അങ്ങനെ കാത്തിരുന്ന് മിവക്കുട്ടിയുടെ 6-ാം മാസത്തെ ഫോട്ടോഷൂട്ടിൻ്റെ ഡേ എത്തിയിട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആറൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ വെച്ചൊരു ഷൂട്ടാണ്. സെറ്റ് ഇടുന്നതും വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നമ്മൾ തന്നെ ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളി ഔട്ട്പുട്ടാട്ടോ കിട്ടിയത്. അത് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. വരുന്ന വഴിക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ വീട്ടിൽ കയറി കുറച്ചധികം പൂ പറിച്ചിട്ടുണ്ടായിരുന്നേ. അതാട്ടോ ഞാനീ പറിച്ചിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഫ്രൂട്ട്സ് വെക്കുന്ന കൊട്ട കുറച്ചധികം വലുതായതുകൊണ്ട് നമ്മൾ അതിലൊരു ഷീറ്റൊക്കെ വെച്ചിട്ടാട്ടോ സെറ്റ് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഈ സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നിങ്ങളീ കാണുന്നതിൻ്റെ ബാക്കിൽ വലിയൊരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും നമ്മളുണ്ടാക്കിയ ഒരു വിധത്തിൽ അവിടെ നിൽക്കുന്നില്ല കേട്ടോ. കാർഡ്ബോർഡിൻ്റെ ആയതുകൊണ്ട് തീരെ വെയിറ്റ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒരു കുപ്പി ഉണ്ടായിരുന്നേ. അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് എങ്ങനെയൊക്കെയോ അതവിടെ വെച്ചിട്ടുണ്ടേ. എന്നെക്കൊണ്ട് അത് നടക്കില്ലെന്ന് തോന്നിയപ്പോൾ ആ പരിപാടി ഏട്ടൻ ഏറ്റെടുത്തു കേട്ടോ. പിന്നെ മിവക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു കേട്ടോ. ഭയങ്കര നെറ്റിൻ്റെ ആയതുകൊണ്ട് ഇട്ടുകൊണ്ട് വന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതി അവിടെ വെച്ചിട്ടാട്ടോ ഡ്രസ്സൊക്കെ മാറ്റിയത്. തലയിലൊരു ബാൻഡൊക്കെ വെച്ചിട്ടുണ്ടേ. ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയൊരു ബാൻഡാണ്. അതൊക്കെ വെച്ചപ്പോൾ ആളൊരു പ്രിൻസസ് ലുക്കായിട്ടോ. പിന്നത്തെ ടാസ്ക് ആളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ മയക്കമൊക്കെ കഴിഞ്ഞുകൊണ്ട് ആൾ നല്ല ക്ഷീണത്തിലാട്ടോ. പിന്നെ എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ആളെ ചിരിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. അമ്പാടി കണ്ണാവുറന്ന് അമ്പിളി മാമനെ തോണിയാക്കി നീ ആകാശഗംഗയിലാറാട്